നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിന് വളരെ വിജയകരമായി കഴിഞ്ഞ ഒരു 11 വർഷമായി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞാനും അതോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തക തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥും വളരെ അഭിമാനത്തോടെയാണ് തിരുവനന്തപുരത്തെ മാധ്യമ സമൂഹത്തെ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന NDA മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി ഞങ്ങൾ മത്സരിച്ചിരുന്നു. ഞങ്ങൾ മത്സരിച്ച സമയത്ത് ഭരണം BJPക്ക് ഒരു അവസരം തരണമെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചപ്പോൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളുമായി വന്ന് മത്സരിക്കുന്നു എന്ന നിലയിലല്ല ഞങ്ങളെ കാണേണ്ടത്. 2015 മുതൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയാണ് പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്നത്. 2010 മുതൽ നാളിത് വരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ വിലയിരുത്തിയതിന് ശേഷം ഞങ്ങൾക്കൊരു അവസരം തരണം എന്ന് പറയുമ്പോൾ, നിങ്ങൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 5 വർഷവും ഞങ്ങൾ വീട്ടിൽ ഉറങ്ങിയതിനേക്കാൾ കൂടുതൽ തെരുവുകളിലായിരുന്നു, കോർപ്പറേഷൻ ഓഫീസിനുള്ളിലായിരുന്നു, പോലീസ് ക്യാമ്പുകളിലായിരുന്നു, പോലീസ് സ്റ്റേഷനിലായിരുന്നു, ആശുപത്രികളിലായിരുന്നു. ഇതെല്ലാം തന്നെ ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങളോടൊപ്പം റോഡിലും കോർപ്പറേഷൻ ഓഫീസിൻ്റെ കോമ്പൗണ്ടിലും ഉള്ളിലുമൊക്കെ തന്നെ യാതനകൾ സഹിച്ച് ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തവരാണ് ഈ ഇരിക്കുന്നതിൽ പല മാധ്യമപ്രവർത്തകരും. ഞങ്ങളെ തല്ലാൻ വന്ന പോലീസിൻ്റെ ലാത്തി ഗതിമാറി തല്ല് വാങ്ങിക്കൂട്ടിയ ചില ഫോട്ടോഗ്രാഫർമാരും റിപ്പോർട്ടർമാരും ഒക്കെ ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിൽ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതേ കാര്യങ്ങൾ, ഞാൻ ചുരുക്കി പറഞ്ഞ ഇതേ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് വരച്ച് കാട്ടിയിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അതോടൊപ്പം തന്നെ ഒരവസരം BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലഭിച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് വേണ്ടിയും കോർപ്പറേഷന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്, ഞങ്ങളുടെ സ്വപ്നം എന്താണ്, കാഴ്ചപ്പാട് എന്താണ് എന്ന് ഞങ്ങൾ മറ്റൊരു തരത്തിൽ പറഞ്ഞു. ഇത് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളും രാഷ്ട്രീയ ഭരണപരമായ സഹായങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്ന കേന്ദ്രം ഏതാണ് എന്ന് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടി. കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, അതിന് നേതൃത്വം വിജയകരമായി നൽകുന്ന നരേന്ദ്രമോദിയുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയപ്പോഴേക്കും ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നിരിക്കുകയാണ്. 101 ജനപ്രതിനിധികളുള്ളതിൽ 50 പേരെ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുവാനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഭരണത്തിലെത്താൻ സാധിക്കുന്നത്. ആശാനാഥ്, ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇപ്പോൾ 1 മണിക്കൂർ 24 മണിക്കൂർ ആയിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു മണിക്കാണ് 1 മണിക്കാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആശ 4 മണിക്കാണ് ചെയ്തത്. അപ്പോൾ 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരെ കാണുവാനും ഇക്കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇന്നലെ മുൻ മെഡിക്കൽ കോളേജ് വാർഡ് കൗൺസിലർ ശ്രീകുമാർ ഒരു മെമ്മോറണ്ടം തന്നിരുന്നു. അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് നോക്കിയിട്ടില്ല, വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല തിരക്കായിരുന്നു, നോക്കാം. നമ്മൾ 55 വാർഡുകളിൽ 65 വയസ്സ് കഴിഞ്ഞവരുടെ ചികിത്സയ്ക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതി നടന്നു വരുന്നുണ്ട്. അതിൽ 50 ലക്ഷം രൂപ വയോജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനുവദിച്ചുകൊണ്ടുള്ള ഫയലാണ് ഇന്നലെ ഞാൻ ആദ്യമായിട്ട് ഒപ്പിട്ടത്. ഇനി താങ്കൾ പറഞ്ഞതുപോലെ വയോജന കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ വൈകുന്നേരം അവർക്ക് സമയം ചെലവഴിക്കാനുള്ള ചില കേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള ആവശ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഏതു തരത്തിലാണ് അത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കുക, അത് ആരോഗ്യകരമായ ഒരു നിർദ്ദേശമാണ്. അതിന് ഫണ്ട് എങ്ങനെ നമുക്ക് കണ്ടെത്താം, ഇക്കാര്യങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഞാൻ പല ചോദ്യങ്ങളും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ഉത്തരം തരാം. പലരും കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ പറഞ്ഞിരുന്നല്ലോ, ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഒരു വ്യക്തി ജനിച്ചാൽ ആദ്യം വാങ്ങുന്ന ജനന സർട്ടിഫിക്കറ്റ് മുതൽ മരണപ്പെട്ടാൽ വാങ്ങുന്ന മരണ സർട്ടിഫിക്കറ്റിന് വരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പഞ്ചായത്താണ്, മുനിസിപ്പാലിറ്റിയാണ്, കോർപ്പറേഷനാണ്. ഇതിനിടയ്ക്ക് നിരവധി തവണ നമ്മൾ ഈ സ്ഥാപനത്തിലൂടെ കടന്നു പോകണം. നമുക്ക് വീട്ടിൽ നികുതി അടയ്ക്കണമെങ്കിൽ അവിടെ സമീപിക്കണം, വീട് വയ്ക്കാൻ വേണ്ടി പ്ലാൻ വേണമെങ്കിൽ വരയ്ക്കണമെങ്കിൽ സമീപിക്കണം. നമ്മുടെ വീട്ടിന് മുൻപ് മാലിന്യം കുന്നുകൂടി കിടന്നാൽ ആദ്യം വിളിക്കുന്ന പഞ്ചായത്ത് മെമ്പറെയാണ്. വെള്ളപ്പൊക്കം ഉണ്ടായാലും വിളിക്കും, കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും വിളിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ ബന്ധപ്പെടുന്നത്, ഓരോ ദിവസവും നമുക്ക് ബന്ധപ്പെടേണ്ടി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ്. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഇടപെടേണ്ട ഒരു പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് നാടിൻ്റെ വികസന കാര്യത്തിലും ആ പ്രസ്ഥാനത്തിന് അതിൻ്റെ റോൾ നിർവഹിക്കുവാനുണ്ട്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടും മെച്ചപ്പെടും. ഞങ്ങളപ്പോൾ ഷോർട്ട് ടേം പദ്ധതികൾ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ വേസ്റ്റ് മാനേജ്മെൻറ്റ്, സ്ട്രേ ഡോഗ്സിൻ്റെ ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടും. അതോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു, കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ നികുതി പണം പിരിഞ്ഞു കിട്ടാറുണ്ട്. അപ്പോൾ ഡെപ്യൂട്ടി മേയറും ഞങ്ങളുമൊക്കെ നേതൃത്വം നൽകിയ സമരങ്ങളിൽ
ഒരു 30 ദിവസം നീണ്ടു നിന്ന ഒരു സമരം നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടുകരം തട്ടിപ്പിനെതിരെയുള്ള സമരമായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം വ്യാജ റെസീപ്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും കൂടി തട്ടിയെടുത്ത അതിനെതിരെ നടത്തിയ സമരമായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോർപ്പറേഷന് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ചോരുന്നുണ്ട്. പലരും പണം നികുതി അടയ്ക്കാൻ കഴിവുണ്ടായിട്ടും വളഞ്ഞ വഴിയിലൂടെ കേസ് നടത്തി പണം അടയ്ക്കാതിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് ഒരു വ്യക്തത ഞങ്ങൾക്ക് ഭരണസമിതിക്കുണ്ട്. അപ്പോൾ ആ പണം പിരിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വാഹനങ്ങൾ, നിരവധി വാഹനങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ പലതും ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട്. അതെങ്ങനെ അവിടെ കിടന്നിട്ട് ദ്രവിച്ചു പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കോർപ്പറേഷൻ്റെ പണം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാം എന്ന് കോടതിയുടെയോ അല്ലെങ്കിൽ എക്സ്പെർട്ട് ഒപ്പീനിയനൊക്കെ തേടിക്കൊണ്ട് എന്ത് ചെയ്യാം. ഇങ്ങനെയുള്ള അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ വികസനം, IT സെക്ടറിൻ്റെ വികസനം, സ്പിരിച്വൽ ടൂറിസം, മെഡിക്കൽ ടൂറിസം, ഈ മേഖലകളിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും വിദഗ്ധന്മാരുടെ ഇടപെടലോടുകൂടി ദീർഘകാലാടിസ്ഥാനത്തിൽ ചില പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സൈമൾട്ടേനിയസ്ലി ഈ എല്ലാ പ്രോസസ്സും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച കോൺസെപ്റ്റിലേക്ക്, അതായത് 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും വികസനം എത്തിയ 3 നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റാൻ സാധിക്കും.